എനിക്ക് പേഴ്സണൽ പൊളിറ്റിക്സ് മാത്രമുള്ള ആളാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടും പ്രത്യയശാസ്ത്രത്തിനോടും അനുകമ്പയോ വിധേയത്വമോ ഇല്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് എന്റെ പേഴ്സണൽ പൊളിറ്റിക്സ് ഉണ്ട്. എന്റെ പേഴ്സണൽ ശരികൾ, തെറ്റുകൾ, നിലപാടുകൾ എനിക്കുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ശരിയാവില്ലായിരിക്കാം. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ വന്ന് ഇന്റർഫിയർ ചെയ്തിട്ട് നിങ്ങൾ എന്നെ പോലെ ആകണം ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ നിങ്ങളെ പോലെ ആകണമെന്നും പറയരുത്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമസ്കാരം. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനനം എന്ന് പറയുന്നത് പോലെ സിനിമാ പ്രവേശനം അനായാസകരമാണെങ്കിലും പിന്നീട് ഇങ്ങോട്ട് കരിയറിൽ വലിയ വെല്ലുവിളികൾ നേരിട്ട് വളർന്ന ഒരു നടൻ തന്നെയാണ് പൃഥ്വിരാജ്. ആദ്യകാലത്ത് താരസംഘടനയുടെ വിലക്ക് വരെ പൃഥ്വിരാജിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിലപാടുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പൊതുസമൂഹത്തിൽ നിന്ന് പ്രതിഷേധങ്ങളും നേരിട്ടിട്ടുണ്ട്. എന്നിട്ടും പലപ്പോഴും തല കുനിക്കാതെ നടന്നു കയറാൻ സുകുമാരന്റെയും മല്ലികയുടെയും മകന് കഴിഞ്ഞു. വിവാഹ കാര്യത്തെക്കുറിച്ച് ഉയർന്ന അഭ്യൂഹങ്ങളെല്ലാം നിഷേധിച്ച ശേഷം ആരെയും അറിയിക്കാതെ പൊടുന്നനെ നടത്തിയ വിവാഹം മാധ്യമങ്ങളെ പോലും ശത്രുപക്ഷത്താക്കി. പിന്നീട് ഒന്നിച്ചൊരു അഭിമുഖത്തിനിരുന്ന് സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഏക നടനെന്ന് പൃഥ്വിക്ക് സുപ്രിയ നൽകിയ സർട്ടിഫിക്കറ്റ് ഏറെക്കാലം ട്രോളുകൾക്കും വിധേയമായി. ഏഷ്യാനെറ്റിൽ ജോൺ ബ്രിട്ടാസുമായി നടത്തിയ ഈ ഇന്റർവ്യൂവിന് പിന്നാലെയാണ് രായപ്പൻ വിളികളും തുടങ്ങിയത്. കടുത്ത അധിക്ഷേപത്തിന്റെ പരിധിയിലേക്കുമൊക്കെ അത് കടന്നു. ഇതിനിടയിലും പലപ്പോഴും നിലപാട് തുറന്നു പറഞ്ഞ് പൃഥ്വിരാജ് വാർത്തകളിൽ നിറയുകയും ചെയ്തു. കൊച്ചിയിലോടുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസോടെ താരസംഘടനയിൽ മോഹൻലാൽ അടക്കമുള്ളവരുടെ എതിർപക്ഷത്താണ് പൃഥ്വി എന്ന പ്രതീതിയുമുണ്ട്. കുറ്റം തെളിയുന്നതുവരെ പ്രതിക്കും ഇരയ്ക്കുമൊപ്പം നിൽക്കുമെന്ന നിലപാടിൽ നിന്ന് താരസംഘടനയെ മാറ്റിയതിലും പൃഥ്വിരാജിന് പങ്ക് ഉണ്ടായിരുന്നു. ഇതോടെയാണ് ദിലീപ് സംഘടനയിൽ നിന്ന് പുറത്താവുന്ന സാഹചര്യം പോലും ഉണ്ടായത്. ഏറെ പണിപ്പെട്ടും കഠിനാധ്വാനം ചെയ്തും ആളുകളെ കൊണ്ട് അതെല്ലാം മാറ്റി പറയിപ്പിക്കുമെന്നും തന്നെ പൃഥ്വി വളരുകയും ചെയ്തു. നല്ല ചിത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്തതും അതിനായി അത്യധ്വാനം ചെയ്തതും പകരക്കാരനില്ലാത്ത നടനായി മാറിയിട്ടുണ്ട്. മോഹൻലാൽ ടീമുമായി ചേർന്നെടുത്ത ലൂസിഫർ നിർണായകമായി. ലാലിനോടുള്ള ഇഷ്ടം വീതം വെച്ച് നൽകി ഫാൻസ് ഏറ്റെടുത്തത് പൃഥ്വിയുടെ ജനസമ്മതി ഉയർത്തി. ബ്രോഡാഡി വിജയിച്ചതും എംപുരാൻ പ്രഖ്യാപിച്ചതും അന്യഭാഷകളിൽ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ ഭാഗമായതുമെല്ലാം മലയാളികളെ മാറ്റി ചിന്തിപ്പിച്ചു. എംപുരാൻ വിവാദത്തോടെ വീണ്ടും എല്ലാം പഴയപടിയായിരിക്കുകയാണ്. മോഹൻലാലിനെ പൃഥ്വിരാജ് ചതിച്ചു എന്ന വികാരം വ്യാപകമായതോടെ ഫാൻസും സംശയിക്കുന്ന സ്ഥിതിയായി. ബന്ധപ്പെട്ടവർക്ക് ആർക്കും ഒന്നും തുറന്നു പറയാനും കഴിയാതിരുന്ന സാഹചര്യത്തിൽ പഴയ രായപ്പൻ വിളികൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകവുമായി. ഒപ്പം RSSന്റെ വിമർശനവും കിട്ടി. ഇത്രയും ആയപ്പോഴേക്കാണ് സാഹചര്യത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അമ്മ മല്ലിക സുകുമാരൻ വിഷയത്തിൽ ഇടപെട്ടത്. അതുകൊണ്ട് വിവാദത്തിന് അയവൊന്നും ഉണ്ടായില്ലെങ്കിലും ലാലിനെ പൃഥ്വി ചതിച്ചു എന്ന പൊതുവിലുണ്ടായ ധാരണയ്ക്ക് കനം കുറഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ അറിയാത്തതൊന്നും എംപുരാനിൽ ഇല്ലെന്ന് മല്ലിക തറപ്പിച്ചു പറഞ്ഞു. റിലീസിന് തലേന്ന് സുപ്രിയ പൃഥ്വിരാജിന്റെ വിമർശകരോട് ആളറിഞ്ഞ് കളിക്കട എന്ന വെല്ലുവിളി രൂപത്തിൽ ഷെയർ ചെയ്ത പോസ്റ്റ് കൂടി എടുത്തുവെച്ചാണ് ഇപ്പോൾ തിരിച്ചടി. സിനിമ വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വന്നതിന് പിന്നാലെ ആളറിഞ്ഞ് കളിക്കട രായപ്പ എന്നായി ട്രോളുകളും. സിനിമ ഇറങ്ങും മുമ്പ് ഭാര്യയെ ഇറക്കി നാട്ടുകാരെ വെല്ലുവിളിക്കുക, റിലീസായ ശേഷം എൻ്റെ മോനെ കൊല്ലല്ലേ എന്ന അമ്മയുടെ നിലവിളി, നീ പെരിയ വീരണ്ട എന്നൊക്കെയാണ് പുതിയ ട്രോൾ. സംവിധായകനായ പൃഥ്വിരാജ് പ്രേക്ഷകരോട് പറയേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ എംപുരാനെ കുറിച്ച് പറയുന്നത്. പൃഥ്വിരാജിന്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ വന്നു എന്ന് വേണം വിചാരിക്കാൻ. ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് ഇതേക്കുറിച്ച് പറഞ്ഞത്. എന്താണ് തൻ്റെ നിലപാട്, ഇതിൽ എന്താണ് തന്റെ നിലപാട് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് പൃഥ്വിരാജ്. എനിക്ക് പേഴ്സണൽ പൊളിറ്റിക്സ് മാത്രമുള്ള ആളാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടും പ്രത്യയശാസ്ത്രത്തിനോടും അനുകമ്പയോ വിധേയത്വമോ ഇല്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് എന്റെ പേഴ്സണൽ പൊളിറ്റിക്സ് ഉണ്ട്. എന്റെ പേഴ്സണൽ ശരികൾ, തെറ്റുകൾ, നിലപാടുകൾ എനിക്കുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ശരിയാവില്ലായിരിക്കാം. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ വന്ന് ഇന്റർഫിയർ ചെയ്തിട്ട് നിങ്ങൾ എന്നെ പോലെ ആകണം ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ നിങ്ങളെ പോലെ ആകണമെന്നും പറയരുത്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്.